ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും പരിചയം ഉണ്ടാവും. ഇന്ത്യയിലെ 199 പേർക്കും ആ വാക്ക് പരിചയം ഉണ്ടാവും, ഉപനിഷത്ത് എന്നുള്ള വാക്ക്. ഇന്ത്യയെക്കുറിച്ചുള്ള ധാരാളം പുസ്തകങ്ങളിൽ ഉപനിഷത്തുകളുടെ നാട്, ഉപനിഷത്തിൻ്റെ നാട്, വേദങ്ങളുടെ നാട് എന്നെല്ലാം പ്രതിപാദിക്കുന്നത് നിങ്ങൾക്ക് കാണാം. എന്നാൽ ഉപനിഷത്തുകളെക്കാൾ ആഴത്തിൽ ഇന്ത്യൻ ജീവിതത്തെ സ്വാധീനിച്ചതും ഇപ്പോഴും ഇന്ത്യൻ ജീവിതത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നതുമായ ഒന്നാണ് ബൗദ്ധമായ പാരമ്പര്യം. ഇപ്പം നമ്മുടെ പള്ളിക്കൂടം എന്ന വാക്കോ ശബരിമല ധർമ്മശാസ്താവോ ശരണം വിളിയോ മുതൽ എത്രയോ കാര്യങ്ങളിൽ ബൗദ്ധമായ പാരമ്പര്യം നമ്മുടെ നിത്യജീവിതത്തിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ ബുദ്ധമതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ എന്ന് പറയാവുന്ന ത്രിപിടകങ്ങൾ, വിനയപിടകം, സുത്തപിടകം, അഭിധർമ്മ പിടകം എന്ന ത്രിപിടകങ്ങൾ, ആ ത്രിപിടകം എന്ന വാക്ക് 100-ൽ ഒരാൾക്ക് പോലും പരിചയം ഉണ്ടാവില്ല. അതായത് ഇന്ത്യൻ സാമൂഹ്യ ജീവിതത്തിൽ ആഴത്തിൽ ഇടപെട്ട വൈദികേതരമായ ബ്രാഹ്മണേതരമായ മതപാരമ്പര്യങ്ങൾ പൊതുബോധത്തിൽ നിന്ന് അകറ്റിമാറ്റപ്പെട്ടു. ഇപ്പം നമ്മൾ ചുമർ ചിത്രം എന്ന് പറയും. കേരളത്തിലൊരു ഉദാഹരണം പറയാം. ചുമർ ചിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അമ്പലചിത്രമാണ് ഓർക്കുക. ഗണപതി ഒരേ ഗണപതിയാണല്ലോ കഴിഞ്ഞ 500 കൊല്ലമായിട്ട് ഓടുന്നത്. അങ്ങനെ ഗണപതി, അതുപോലുള്ള പല പല സംഗതികൾ. എന്നാൽ കേരളത്തിൽ വളരെ സമ്പന്നമായ ഒരു പള്ളിച്ചിത്ര പാരമ്പര്യമുണ്ട് ചുമർ ചിത്രത്തിന്. കോട്ടയത്ത്, അങ്കമാലിയിൽ, കാഞ്ഞൂര് ഒക്കെ ധാരാളം ചുമർ ചിത്രങ്ങൾ പള്ളികളെ കേന്ദ്രീകരിച്ചുണ്ട്. നമ്മുടെ പക്ഷേ ചുമർ ചിത്ര പഠനങ്ങളിലോ ചുമർ ചിത്ര സങ്കല്പത്തിലോ ക്രൈസ്തവ ദേവാലയങ്ങളിലെ പള്ളിച്ചിത്രങ്ങൾ വരില്ല. മറിച്ച് അമ്പലചിത്രങ്ങൾ മാത്രമേ വരുള്ളൂ. പണ്ട് കേസരി ബാലകൃഷ്ണപിള്ള തിരുവനന്തപുരത്തിരുന്ന് എഴുതുന്നുണ്ട്, ചുമർ ചിത്രങ്ങളെ ഹൈന്ദവ ക്ഷേത്ര ചിത്രങ്ങൾ മാത്രമായി കാണുന്ന തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ സമീപനം വളരെ സങ്കുചിതമാണ്, അത് അവസാനിപ്പിക്കണം എന്ന് മൂപ്പര് എഴുതിയിട്ട് ഏതാണ്ട് 100 കൊല്ലം ആറാറായിട്ടുണ്ട്. ഇപ്പോഴും ചുമർ ചിത്രം ഗണപതി തന്നെയാണ്, അല്ലാതെ പള്ളിച്ചിത്രം നമ്മുടെ ചുമർ ചിത്രത്തിൽ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു വന്ന് ഇത് ഇത്രയെങ്കിലും വിശദീകരിക്കാം. അടിസ്ഥാനപരമായി നമ്മുടെ ദേശീയ ഭൂതഭാവനയിൽ ഹൈന്ദവേതര മത പാരമ്പര്യങ്ങൾ മാർജിനലായിട്ട് മാറി. ബുദ്ധമതമാകട്ടെ, ഇസ്ലാം ആകട്ടെ, യഹൂദ പാരമ്പര്യമാകട്ടെ. ഇപ്പം കേരളത്തിലെ യഹൂദ സ്ത്രീകൾ, കേരളത്തിൽ വലിയ യഹൂദ പാരമ്പര്യം ഉണ്ടായിരുന്നല്ലോ, അവരൊരു തദ്ദേശീയമായ പാട്ടുപാരമ്പര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. തദ്ദേശീയമായ തികച്ചും കേരളീയമായ ഒരു പാട്ടുപാരമ്പര്യം കേരളത്തിലെ ജൂത സ്ത്രീകളിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സോപാനം കേരള സംഗീതമാണെന്ന് എല്ലാവർക്കും അറിയണ്ടാവും. ഇങ്ങനെ ഒരു പാട്ടുപാരമ്പര്യം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഓർമ്മ തന്നെ ഇല്ല. ഇങ്ങനെ മറച്ചു വയ്ക്കപ്പെട്ട എത്രയെങ്കിലും ഘടകങ്ങൾ. ഇതാണ് ഒരു കാര്യം. 2, നമ്മുടെ പ്രാദേശികമായ വിജ്ഞാന വൈഭവങ്ങളുടെ ലോകം. എത്രയെങ്കിലും വിപുലമായ തദ്ദേശീയ ജ്ഞാനം ഇന്ത്യ പല കാലങ്ങളിലായി വികസിപ്പിച്ചിട്ടുണ്ട്. ഇവയൊക്കെ തന്നെ പക്ഷേ മാർജിനൽ ട്രഡീഷൻസ് ആയിട്ട് മാറി. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞാൽ, അജന്ത ചിത്രകല എന്ന് പറയുന്നത് നമുക്ക് നാഷണൽ ട്രഡീഷനാണ്, വർലി എന്ന് പറയുന്നത് നമുക്ക് ട്രൈബൽ ആർട്ടാണ്. എന്നാൽ വർലിയുടെ ഫോർമാറ്റിലുള്ള ഡിസൈനുകൾ ഏറ്റവും കണ്ടംപററിയായ ഫാഷൻ ഡിസൈനായിട്ട് വരെ നമ്മുടെ ചുറ്റുമുണ്ട്. അജന്ത അതുപോലെ ഇല്ല. പക്ഷെ അജന്ത നാഷണലാണ്, വർലി എന്താ പറയുക ട്രൈബലാണ്. സതിര് മാറിയാണ് ഭരതനാട്യമായത്. സതിര് കൊണ്ട് കടന്ന ദേവദാസികളും അവരുടെ പാരമ്പര്യവും പുറത്തായി പോയി. അതിനെ ഭരതനാട്യമാക്കി മാറ്റി ബ്രാഹ്മണീകരിച്ചതോടെ അത് ഇന്ത്യൻ ട്രഡീഷനായിട്ട് മാറുകയും ചെയ്തു. ഇന്ന് ഭരതനാട്യത്തിനുള്ള നാഷണൽ സ്റ്റാറ്റസ് അതിഗംഭീരമാണ്. 500 കൊല്ലം അത് കൊണ്ട് നടന്ന ദേവദാസി പാരമ്പര്യമാകട്ടെ സമ്പൂർണമായിട്ടും അധകൃതമായി തീർന്നു. ഇത്തരത്തിൽ എത്രയെങ്കിലും ഘടകങ്ങൾ. ഇതാണ് രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭൗതികമായ വിജ്ഞാന പാരമ്പര്യം. ഭൗതികവാദമല്ല ഞാൻ പറയുന്നത്, ലോകായുധം ചാർവാകം പോലെയുള്ള ഭൗതികവാദമല്ല, ഭൗതിക വിജ്ഞാനം. ഇപ്പം നമ്മുടെ ഗണിതം, ഇപ്പം ശങ്കരാചാര്യരെ കുറിച്ച് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. ഇൻഫിനിറ്റ് സീരീസ് ആദ്യം കണ്ടെത്തുന്ന ആളുകളിൽ ഒരാൾ മലയാളിയാണ്, സംഗമഗ്രാമ മാധവൻ. അനന്തശ്രേണി, നമ്മുടെ പൈയുടെ വാല്യൂ ഉണ്ടല്ലോ 3.14 എന്ന് പറഞ്ഞ് നീണ്ടു പോകുന്ന അനന്തശ്രേണി ആദ്യം കണ്ടെത്തുന്ന ആളുകളിൽ ഒരാൾ മലയാളിയാണ്, ഇരിങ്ങാലക്കുടക്കാരനാണ്, സംഗമഗ്രാമ മാധവൻ. വാസ്തവത്തിൽ ശങ്കരാചാര്യരെ കുറിച്ച് പറയണേക്കാൾ കൂടുതൽ പറയാൻ ഇന്ന് അർഹതയുള്ള ഒരാളാണ് സംഗമഗ്രാമ മാധവൻ. കാരണം ശങ്കരനെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഇന്നത്തെ നിലക്ക്, കുറച്ചൊക്കെ ഉപദ്രവം വേണ്ടെങ്കിൽ ഉണ്ട് താനും. എന്നാൽ ഇൻഫിനിറ്റ് സീരീസ് എന്ന് പറയുന്നത് ആധുനിക ഗണിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലാണ്. നിങ്ങൾ എത്ര പേര് സംഗമഗ്രാമ മാധവനെ കേട്ടിട്ടുണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. സംഗമഗ്രാമ മാധവൻ മാത്രമല്ല, ട്രിഗണോമെട്രിയുടെ ആധാരം മുഴുവൻ കണ്ടെത്തിയ നീലകണ്ഠ സോമയാജി, അല്ലെങ്കിൽ വടശ്ശേരി പരമേശ്വരൻ, ഭാസ്കരൻ 1ഉം 2ഉം,
അല്ലെങ്കിൽ ആര്യഭടൻ. ഭൂമി സൂര്യനെ ചുറ്റിക്കറങ്ങുന്നു എന്ന് ആദ്യം നിരീക്ഷിക്കുന്ന ആളുകളിൽ ഒരാൾ ആര്യഭടനാ. AD 499 ആര്യഭടീയത്തിൽ പറയുന്നുണ്ട്, നിങ്ങളൊരു തോണിയിൽ കയറി പുഴയിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ അനങ്ങാതെ നിൽക്കുന്നതായും സസ്യലതാദികൾ അനങ്ങുന്നതായും എങ്ങനെയാണോ തോന്നുന്നത്, അതുപോലെയാണ് സൂര്യൻ ഭൂമിയെ ചുറ്റിക്കറങ്ങുന്നതായും ഭൂമി നിശ്ചലമായി നിൽക്കുന്നതായും തോന്നുന്നത്. 5-ാം നൂറ്റാണ്ടാ. ഇത്തരം പാരമ്പര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ അർത്ഥശാസ്ത്രം, നമ്മുടെ കാമസൂത്രം, ഇന്ത്യയുടെ പാരമ്പര്യമാണ് കാമസൂത്രം എന്ന് ആരെങ്കിലും പറയും? എല്ലാവരും വായിച്ചിട്ടുണ്ടാവും, പക്ഷെ ആരും പറയില്ല. ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ വായിച്ച പുസ്തകമാണ് കാമസൂത്രം, പക്ഷെ പറയില്ല. പാരമ്പര്യം അതാ, ഉപനിഷത്താ, ഒറ്റ ആളും വായിച്ചിട്ടില്ല. വേദങ്ങൾ ഒറ്റ ആളും വായിച്ചിട്ടില്ല, പക്ഷെ പാരമ്പര്യം വേദത്തിനാ. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഗണിതം പോലെ, അർത്ഥശാസ്ത്രം പോലെ, കാമസൂത്രം പോലെ, രസവിജ്ഞാനം പോലെ, അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രം പോലെ, ജ്യോതിഷമല്ല കേട്ടോ, വാസ്തവത്തിൽ ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തെ ജ്യോതിഷാക്കിയത് വിദേശികളാണ്. അത് ഈ ജ്യോതിഷികൾക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഗ്രീക്കുകാർക്ക് ശേഷം വന്ന ഗ്രീക്ക് ഗണിതജ്ഞരാണ്, ജ്യോതിശാസ്ത്രജ്ഞരാണ് ഈ നമ്മുടെ ജ്യോതിശാസ്ത്രത്തിലേക്ക് ഫലഭാഗത്തെ കൂട്ടിച്ചേർത്ത്. 2 ഭാഗമുണ്ട്, ഗണിതഭാഗവും ഫലഭാഗവും. ഗണിതഭാഗം എന്ന് പറഞ്ഞാൽ ആകാശഗോളങ്ങളുടെ ചലനങ്ങളും നക്ഷത്രവേഗങ്ങളും ഉദയാസ്തമയങ്ങളും ഒക്കെ കണ്ടെത്തുന്ന വളരെ ഗണിതാത്മകമായ ഒന്നാണ്. ഫലഭാഗം എന്ന് പറയുന്നതാണ് ഈ പ്രവചനം, നക്ഷത്രം നോക്കൽ, നാള് നോക്കൽ, അങ്ങനെയുള്ള എല്ലാ കലാപരിപാടിയും. ഇതൊന്നും നിങ്ങൾക്ക് പ്രാചീന ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റില്ല കേട്ടോ. രാമൻ സീതയെ വിവാഹം കഴിക്കണത് മുഹൂർത്തം നോക്കിയിട്ടല്ല, അമ്പ് കൊലച്ചിട്ടാ. ഒരു സ്ഥാനാരോഹണത്തിനും എന്തില്ല, മുഹൂർത്തം ഇല്ല. പഴയ ടെക്സ്റ്റുകൾ നോക്കിയാൽ കാണാം. നാരായണ ഗുരുവിന് ഇതറിയാവുന്നതുകൊണ്ടാണ് ഗുരുവിൻ്റെ ഒരു ഫലിതമുണ്ട്. ഗുരുവിനോട് ഈ ശിവഗിരി തീർത്ഥാടനം തുടങ്ങാനായിട്ട് കിട്ടൺ റൈറ്ററും വല്ലഭശ്ശേരി വൈദ്യരും ചെന്ന് അനുവാദമൊക്കെ മേടിച്ച് കാര്യമൊക്കെ തീരുമാനിച്ച് കഴിഞ്ഞിട്ട് ഗുരുവിനോട് ചോദിച്ചു, സ്വാമി ഒരു മുഹൂർത്തം നിശ്ചയിക്കണം എന്ന് പറഞ്ഞു. ഇത് നടത്താനായിട്ട് ഒരു ദിവസം നിശ്ചയിക്കണം. അപ്പോൾ നാരായണ ഗുരു ആ സെക്കൻഡിൽ തന്നെ മറുപടി പറഞ്ഞു, ജനുവരി 1-ാം തീയതി ആയിക്കോട്ടെ, യൂറോപ്യന്മാരുടെ ആണ്ടുപറപ്പല്ലേ എന്ന് പറഞ്ഞു. യൂറോപ്യന്മാരുടെ ആണ്ടുപറപ്പാണല്ലോ, അത്രേ ഉള്ളൂ ഈ മുഹൂർത്തത്തിന്. ഇത് ഗുരുവിനറിയാം, കാരണം ഇന്ത്യയുടെ ട്രഡീഷനിൽ ഈ സംഗതി ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഭൗതിക വിജ്ഞാനത്തിൻ്റെ ഒരു വൻ പാരമ്പര്യം ഇന്ത്യക്കുണ്ടായിരുന്നു, അത് പുറത്താക്കപ്പെട്ടു. അതായത് ബ്രാഹ്മണ്യത്തിന് മെരുങ്ങാത്ത, ബ്രാഹ്മണീകരിക്കാൻ പറ്റാത്തതായ ഇന്ത്യൻ ഭൂതകാലത്തെ നമ്മൾ നാഷണൽ ട്രഡീഷനായിട്ട് എടുത്തില്ല. ബ്രാഹ്മണേതര മതപാരമ്പര്യങ്ങൾ വന്നില്ല, തദ്ദേശീയ വിജ്ഞാന വൈഭവങ്ങൾ വന്നില്ല, ഭൗതിക വിജ്ഞാന പാരമ്പര്യങ്ങൾ വന്നില്ല.